സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ? പറയാൻ കഴിയില്ല. അതാകാൻ എന്നെ പോലോത്തവരെ കൊണ്ട് സാധ്യമല്ല. എങ്കിലും ദുആ ചെയ്യേണ്ടത് റബ്ബേ, അന്ത്യവിശ്രമം കൊള്ളുന്നത് നിന്റെ മഹാന്മാരാണ്. അത് കാണിച്ചു തന്നതും നിന്റെ മഹാന്മാരാണ്. അവർ ഔലിയ ആണെന്ന് കാണിച്ചു തന്നതും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലിയ. വലിയനെ അറിയണമെങ്കിൽ വലിയാകണം, അല്ലെങ്കിൽ നമ്മൾക്കറിയില്ല. നമ്മൾക്ക് എന്താ വലിയനെ അറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മഹാന്മാർ നീ ആദരിച്ച മഹാന്മാരാണ് റബ്ബേ. അവരെ അമലിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല റബ്ബേ. അവരെ പോലെ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല റബ്ബേ. പടച്ചവനെ ഒന്ന് പറയട്ടെ റബ്ബേ, നാളെ മഹ്ശറിൽ വരുമ്പോ എന്റെ തെറ്റിന്റെ കാരണം കൊണ്ട് നാളെ ഞാൻ നരകത്തിന്റെ സഫിലായിരിക്കാമല്ലേ അല്ലാ. പഠിച്ചവനെ, ആ സഫിന് നിൽക്കുന്ന സമയത്ത് നിന്റെ മഹത്തുക്കളായ ഔലിയാക്കന്മാർ അവരെല്ലാം സ്വർഗത്തിന്റെ സഫിലാണല്ലോ റബ്ബേ. ആ നിൽക്കവേ, ആ ഔലിയാക്കന്മാർ ആലിമീങ്ങൾ നിൽക്കവേ, സിറാത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു വാക്ക് റബ്ബ് പറയാറുണ്ടല്ലോ. ഔലിയാക്കന്മാരോട് ആലിമീങ്ങളോട് പറയാ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കാനുള്ള സമയമായിട്ടില്ല. എന്നാൽ എന്തേ? നിങ്ങളെ സ്നേഹിച്ച, നിങ്ങളെ ബഹുമാനിച്ച, നിങ്ങളെ ആദരിച്ച, നിങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ ഓതിയ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതിയ, നിങ്ങൾക്ക് വേണ്ടി യാസീൻ സൂറത്ത് ഓതി ഹദിയാക്കി നിങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്നവരില്ലേ, അവരെങ്ങാട് നരകത്തിന്റെ സഫിലുണ്ടോ നോക്കണേ എന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു തആല ഔലിയാക്കന്മാരോട് ആലിമീങ്ങളോട് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, നിങ്ങൾ സ്നേഹിച്ചവരെ നരകത്തിന്റെ സഫിലുണ്ടെങ്കിൽ അവരെ കയ്യെ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന് അവിടുന്ന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ആ മഹാന്മാരോട് പറയുമ്പോ, എന്നെ പോലോത്തെ തെറ്റ് ചെയ്തവർ, എന്നെ പോലോത്തവർ നരകത്തിന്റെ സഫിലുണ്ടാകുമ്പോ പറയാൻ ധൈര്യത്തോടെ പറയാ, പഠിച്ചവരെ ഞങ്ങളെ മഹാന്മാരായ അന്ത്യവിശ്രം കൊള്ളുന്ന ഔലിയാക്കന്മാരെ ഈ സഫിൽ ഞാൻ കാണുകയാണ് റബ്ബേ. ഇടപെടാതെ ഓരോ ദിവസം അവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് അല്ലാ, ഫാത്തിഹ ഓതിയിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് രാജാതിരാജനായ അല്ലാ, പടച്ചവനെ, എനിക്ക് അവരോടൊപ്പം സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ ആ ഔലിയാക്കന്മാർക്ക് ഞങ്ങൾ സ്വർഗത്തിൽ കടത്തിയാൽ പറ്റോ? അവരെ കൈ പിടിച്ചേ പറ്റോ? അവർക്ക് ആ രാജാ അധികാരം അല്ലാഹു തആല ശഫാഅത്തിന്റെ അധികാരം ഇവിടെ നൽകുകയാണ്. പക്ഷേ ആ വലിയ മരുഭൂമിയിൽ ചുട്ടിത്തിളക്കുന്ന മരുഭൂമിയിൽ, മഹ്ശറ എന്ന മരുഭൂമിയിൽ ചുട്ടിത്തിളക്കുമ്പോൾ റബ്ബേ, ഈ ചൂടിൽ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല റബ്ബേ. പടച്ചവനെ, നരകമായാൽ നരകം, സ്വർഗമായാൽ സ്വർഗം വേണ്ടില്ല റബ്ബേ. ഏതായാലും വേണ്ടില്ല, ഒന്ന് രക്ഷപ്പെടുത്തണേ റബ്ബേ. ആ മഹ്ശറിൽ പറയുമ്പോ ശഫാഅത്തുൽ ഉലമാ, ശഫാഅത്തുൽ കുബ്റാ, ആ ശഫാഅത്തിന്റെ വലിയ ശഫാഅത്തിന്റെ അധികാരം അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. അല്ലാത്ത ഒരു നബിമാർക്കും ആ ശഫാഅത്തിന്റെ അധികാരമില്ല. അല്ലാത്തവർക്ക് അല്ലാഹു ശഫാഅത്തിന്റെ അധികാരം നൽകുന്നത് ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുമ്പിലാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞ വാക്കുണ്ടല്ലോ, ആയിഷ 3 സ്ഥലത്ത് ഒരാൾ മറ്റൊരാൾ ഓർക്കില്ല ആയിഷ. ഏതാണ്? അതിൽപ്പെട്ട ഒന്നാണ് സിറാത്ത് എന്ന പാലം. ആ പാലത്തിന്റെ മുമ്പിൽ ഒരാൾ മറ്റൊരാൾ ഓർക്കാനുള്ള അവസരമല്ല ആയിഷ. അവിടെ എല്ലാവരും ഈ സിറാത്ത് എന്ന് നോക്കുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയത്ത് അത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് റബ്ബേ. എങ്ങനെയാണ് റബ്ബേ എന്റെ ഈ കാല് കൊണ്ടുപോയി സിറാത്തിൽ ഞാൻ വെക്കുക റബ്ബേ? ആ മൂർച്ചയുള്ള വാളല്ലയോ റബ്ബേ എന്ന് പറയുമ്പോ, തെറ്റ് ചെയ്തവരോ നരകത്തിൽ കിടക്കുന്നവരോ ആ സിറാത്തിലേക്ക് വെക്കുമ്പോൾ അവരുടെ ശബ്ദമോ എന്നുള്ള ടാസത്തോടുകൂടി അവർ ഇങ്ങനെ തൂങ്ങുകയാണ്. ആളിക്കത്തുന്ന നരകത്തിൽ വീഴുമ്പോഴേക്ക് മുഅ്മിനായ ജനങ്ങള് അതിലേക്ക് കാല് വെക്കുമ്പോൾ മൂർച്ചയുള്ള വാളല്ല, അവർക്കത് വിനിശമാവുകയാണ്. അവർ സുന്ദരമായി ആഹ്ലാദത്തോടെ മനോഹരമായി സ്വർഗത്തിൽ കടക്കുകയാണ്.
തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞങ്ങളെല്ലാവരും പ്രിയമുള്ളവരെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിട്ട് നല്ല മനസ്സോടെ, നിഷ്കളങ്കമായ മനസ്സോടെ, ചതിയില്ലാത്ത മനസ്സ്, അസൂയയില്ലാത്ത മനസ്സ്, കിബിറില്ലാത്ത മനസ്സ്, ലോകമാനമില്ലാത്ത മനസ്സ്, നിഷ്കളങ്കമായ മനസ്സ്, തുറന്ന മനസ്സ്, ആ മനസ്സോടെ പോകുമ്പോ അല്ലാഹ് സ്വീകരിക്കുകയാണ്. മാലാഖമാർ പറയുകയാണ് മർഹബാ മർഹബാ മർഹബാ, വന്നോളി വന്നോളി അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പോകുമ്പോ പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളെ പെടണ്ടയോ? അല്ലാഹുവേ പെടുത്തേ, അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യാ, റബ്ബേ എല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നാണ് അല്ലാഹ് സ്വീകരിക്കുന്നു പറയുമ്പോ അത് ആ ഓർത്ത്, ആയത്ത് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് മരിച്ച മഹാന്മാരുണ്ട്. എന്തേ? അവർ മഹാന്മാരാണ്, അവർ സ്വർഗത്തിലാണ്, എന്നിട്ട് പോലും അവരെ കരയുന്നത് റബ്ബേ എന്റെ അമൽ നീ സ്വീകരിക്കണോ എന്നാണ്. അല്ലാഹുവേ, 6 അടി മണ്ണിൽ പോയി കിടക്കുമ്പോൾ റബ്ബേ, ആരുമില്ലാത്ത മണ്ണിൽ പോയി കിടക്കുമ്പോ റബ്ബേ നീ തുണയാകണേ അല്ലാഹ്, നീ തുണയാകണേ അല്ലാഹ്. ഞങ്ങളെ മയ്യത്ത് കിടത്തിയിട്ട് റബ്ബേ ആ ഖബറിൽ കിടക്കുമ്പോൾ ആ ഖബറിൽ കാണോളം വിശാലം, ഏതുവരെയാണോ നമ്മളെ കാണുന്നത് അതുവരെയുള്ള വിശാലത ഞങ്ങൾക്ക് ഖബറിൽ നൽകണം റബ്ബേ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സഹാബിയുടെ ജനാസ അങ്ങ് പോയി ഖബറിൽ കടത്തിയ സമയത്ത് ആ ജനാസയെ റസൂലുള്ളാഹി തങ്ങൾ വന്ന് ആ ഖബറിന്റെ അകത്ത് ഇങ്ങനെ നോക്കുകയാണ്. ആ ഖബറിലേക്ക് നോക്കി റസൂലുള്ളാഹി തങ്ങൾ ഖബറിന്റെ അരികെയുണ്ട്. നോക്കി നോക്കിയിട്ട് പെട്ടെന്ന് റസൂലുള്ളാഹി പിന്നോട്ട് ഇങ്ങനെ വന്നു, ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് സഹാബത്ത് എല്ലാവരും നോക്കി. എന്താണ് സഹാബി? റസൂലുള്ളാഹി ചോദിച്ച നബിയോട് ചോദിക്കുക, അല്ല റസൂലേ, എന്താണ് നബിയെ അങ്ങ് പിന്നോട്ട് വന്നത്, എന്തിനാണ്? അപ്പോഴാണല്ല മുത്തുനബി പറയുന്നത്, സഹാബത്തെ ഞാൻ ആ സഹാബിയുടെ ജനാസ വന്നങ്ങ് നോക്കിയപ്പോ ആരാണ് ആ സഹാബി? വല്ലാത്തൊരു സഹാബിയല്ലയോ? ആ സഹാബിയുടെ ജനാസ ഖബറിൽ വെക്കലോട് കൂടി ഹൂറിൽ നിങ്ങൾ വന്നിട്ട് ആ സഹാബിയെ ചുംബിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് ഞാനുമെല്ലെ ലജ്ജിച്ചു കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് കാണല്ലേ, ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞ വാക്കുണ്ട്, ഓ സഹാബാ, അങ്ങനെ വേണ്ടയോ ഞങ്ങള്? അങ്ങനെയല്ലയോ ഖബറിൽ കിടക്കേണ്ടത്? സഹാബികൾ കണ്ണീരോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ വേണ്ട നബിയെ, അങ്ങനെയാണ് വേണ്ടത്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീകളെ, ഇന്നില്ല, കഴിഞ്ഞ വർഷമുള്ളവർ ഇന്നില്ല, ഇനി അടുത്ത വർഷം, ഈ വർഷം ഇവിടെ ഉറൂസിന് കൂടിയ ഈ പ്രസംഗിക്കുന്ന ആദമായാൽ വേണ്ടില്ല, ഇനി അടുത്ത ഉറൂസിനുണ്ടോ ഇല്ലേ എന്ന് പറയാൻ ആർക്കറിയില്ലല്ലോ. ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്കായിരിക്കാം ഇവിടുത്തെ ദുആ, റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബഹുമാനപ്പെട്ട